പ്രധാന വ്യാപാര ചെക്ക് പോയിന്റിൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രീക്ക് എണ്ണക്കപ്പലിലേക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ സമ്മതിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ ഭീതി ഒഴിയുകയാണ്. ഓഗസ്റ്റ് 29-ന് ചെങ്കടലിൽ വലിയ തോതിലുള്ള എണ്ണച്ചോർച്ചയും ഷിപ്പിംഗ് തടസ്സങ്ങളും ഉണ്ടായത് മാറി തുടങ്ങുകയാണ്. ടഗ് ബോട്ടുകളും റെസ്ക്യൂ ഷിപ്പുകളും സംഭവസ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് താൽക്കാലിക കരാർ നിരവധി രാജ്യങ്ങൾ ഹൂതികളോട് ആവശ്യപ്പെട്ടതിനു ശേഷം MV ഡെൽറ്റ സൗനിയൻ ക്രൂഡ് ടാങ്കറിലേക്ക് പ്രവേശനം അനുവദിക്കും. മാനുഷികവും പാരിസ്ഥിതികവുമായ ആശങ്കകൾ കണക്കിലെടുത്ത് ഓഗസ്റ്റ് 29-ന് ഇമെയിൽ വഴി അയച്ചിരുന്നു. ഹൂതികൾ ഈ അഭ്യർത്ഥന അംഗീകരിച്ചു. ചെങ്കടലിൽ എണ്ണച്ചോർച്ച തടയുന്നതിലും സഹായം നൽകുന്നതിലും പരാജയപ്പെടുന്നത് ചില രാജ്യങ്ങളുടെ അശ്രദ്ധയിൽ നിന്നാണ്. ടാങ്കർ രക്ഷിക്കാൻ സഹായിക്കാൻ ഒരു മൂന്നാം കക്ഷി 2 ടക്കുകൾ അയക്കാൻ ശ്രമിച്ചുവെന്നും ഹൂതികൾ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ന്യൂയോർക്കിലെ UN മിഷൻ വക്താവ് അറിയിച്ചിട്ടുണ്ട്. ഇറാഖിൽ നിന്ന് ഗ്രീസിലേക്ക് 10 ലക്ഷം ബാരൽ ഹെവി ക്രൂഡ് കയറ്റിക്കൊണ്ടുവന്ന സൂസ്മാക്സ് സൗനിയൻ ഓഗസ്റ്റ് 21-ന് നിരവധി പ്രൊജക്ടൈലുകൾ ഇടിക്കുകയും തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു. എണ്ണ ചോർന്നാൽ പാരിസ്ഥിതിക ദുരന്തത്തിന് സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. യൂറോപ്പിൽ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സംഘടനകളിലേക്ക് ഹൂതികൾ എത്തിയതിനു ശേഷം തീപിടിച്ച കപ്പൽ രക്ഷാപ്രവർത്തനം നടത്താൻ പ്രവേശനം അനുവദിക്കുമെന്ന് ഹൂതി വക്താവ് ട്വിറ്ററിൽ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ടാങ്കറിൽ നിന്ന് എണ്ണ ചോർച്ചയൊന്നും കണ്ടിട്ടില്ല എന്നും അത് നങ്കൂരമിട്ടിരിക്കുകയാണ് എന്നും ഒഴുകുന്നില്ല എന്നും ആസ്പൈറ്റ്സ് ഓഗസ്റ്റ് 29-ന് അറിയിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ നയതന്ത്ര ശ്രമങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും MV സൗനിയനെ രക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്നും ആസ്പൈറ്റ്സ് എക്സിലെ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്. യൂറോപ്യൻ അധികാരികളുമായി ഏകോപിപ്പിച്ച അയൽ രാജ്യങ്ങളും ഏത് നടപടികളും സുഗമമാക്കാൻ തയ്യാറെടുക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടെ യമനിൽ വീണ്ടും കപ്പൽ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടത്തിയത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവന്നത്. ജൂലൈയിൽ ഹുദൈദയിൽ നടത്തിയ മാരകമായ ആക്രമണത്തിന് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഹൂതികൾ പ്രതിജ്ഞയെടുക്കുന്നതിന് ഇടെയാണ് ആക്രമണം അരങ്ങേറിയത്. ദിവസങ്ങൾ മുൻപ് ഹൂതി വിമതർ ചെങ്കടലിൽ സൗനിയൻ എണ്ണക്കപ്പൽ കത്തിക്കുകയായിരുന്നു. വാരാന്ത്യത്തിൽ 320 റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിച്ചതിന് ശേഷമുള്ള ആദ്യ ആക്രമണമാണ് വീണ്ടും ഉണ്ടായത്. ആക്രമണത്തെ തുടർന്ന് ക്രൂഡ് ഓയിലുമായി പോയിരുന്ന എണ്ണക്കപ്പലിന് തീ പിടിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 23 മുതൽ ഗ്രീസിന്റെ ക്രൂഡ് ഓയിൽ ചരക്കുകപ്പലായ സൗനിയനിൽ തീപിടിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ അധികൃതർ സ്ഥിരീകരിച്ചു. എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കപ്പലിന്റെ പ്രധാന ഡെക്കിൽ നിന്നും തീയും പുകയും വരുന്നതായി കാണിക്കുന്ന ചിത്രങ്ങളും യൂറോപ്യൻ യൂണിയൻ അധികൃതർ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. യമനിലെ ഹൂതികൾ ചരക്കുകപ്പലിന് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ റോയിട്ടേഴ്സ് ആണ് പുറത്തുവിട്ടത്. കപ്പലിൽ 1,50,000 ടൺ അസംസ്കൃത എണ്ണയാണ് ഉണ്ടായിരുന്നത് എന്നും ഇത് കടലിലേക്ക് ഒഴുകി പോകുന്നതോടെ പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കും എന്നുമാണ് അധികൃതർ പറയുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കിയില്ല എങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണക്കപ്പൽ ദുരന്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായാണ് ഗ്രീക്ക് എണ്ണക്കപ്പലിന് നേരെയുള്ള ഹൂതി ആക്രമണമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.